ഹായ് ചെല്ലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി നോട്ട്ബുക്കും മിനി പെന്നുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു A4 ഞാൻ ഇപ്പോൾ ന്യൂസ് പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ന്യൂസ് പ്രിൻ്റ് എന്താ എടുത്തിട്ട് ആദ്യം നടുവിൽ മടക്കുക, വീണ്ടും നടുവിൽ മടക്കുക, ദെൻ തിരിച്ചിട്ട് വീണ്ടും മടക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുക്കുക കേട്ടോ. ദെൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഓരോ കള്ളിയിൽ ലാസ്റ്റ് കള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വെട്ട് കൊടുക്കാത്ത രീതിയിൽ വെട്ടിയെടുക്കുക. തിരിച്ചിട്ട് വീണ്ടും അതുപോലെ വെട്ടുക. ലാസ്റ്റത്തെ കള്ളിയിൽ നമ്മൾ ഒരിക്കലും വെട്ടിപ്പോവരുത്. അല്ലാത്തടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കത്രി ഉപയോഗിച്ചിട്ട് വെട്ടുക. അത് കഴിഞ്ഞിട്ട് ഓരോന്നും ആദ്യം ഫ്രണ്ടിലോട്ട് മടക്കുക, ദെൻ ബാക്കിലേക്ക് മടക്കുക, വീണ്ടും ഫ്രണ്ട് ബാക്ക് അങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബുക്ക് സെറ്റായി. ഇനി ഇതിലൊരു ചട്ടം കൂടി റെഡിയാക്കിയാൽ അതും ശരിയായി. പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് പെന്നും കൂടി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചട്ട എങ്ങനെ സെറ്റാക്കാൻ നോക്കാം. ആദ്യം നേരെ പോവുക, ഒരു ചെറിയൊരു കട്ടിയുള്ളൊരു ഷീറ്റ് എടുക്കുക, ചെറുതായിട്ടൊരു കട്ടിയുള്ള ഷീറ്റ് എടുക്കുക. നമ്മുടെ ബുക്കിൻ്റെ സൈസിൽ നമ്മൾ വെട്ടിയെടുക്കുക കേട്ടോ. ദെൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പേഴ്സ് എന്ത് ചെയ്യുക, അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പാറ്റേൺ ആണോ അല്ലെങ്കിൽ ഏത് പിക്ചറാണോ ഇഷ്ടം, അത് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫോട്ടോ ആയിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അട്രാക്റ്റീവ് ആവുന്ന, കുട്ടികൾക്കൊക്കെ അട്രാക്റ്റീവ് ആവുന്നൊരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞ് പെൻസിലും കൂടി സെറ്റാക്കിയാലോ. ഞങ്ങളൊരു സ്കെച്ച് കളറിൻ്റെ ചെറിയ സ്കെച്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കെച്ചൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിലേക്ക് ഞാൻ ഒരു പെന്നിൻ്റെ നിബ്ബ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കെച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ നിബ്ബ് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇനി അങ്ങനെ ഇറങ്ങി പോകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കൊള്ളി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഹോൾസ് വലുതാക്കി കൊടുക്കുക കേട്ടോ. ആ വീഡിയോയിൽ ശരിക്കും കാണിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമ്മുടെ നിബ്ബ് അതിലേക്ക് ഇറക്കി കൊടുക്കുക. എൻ്റെ നിബ്ബിൽ അത്യാവശ്യം മഷി ഉണ്ടായതുകൊണ്ട് അത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മഷി ഇല്ലാത്ത പെണ്ണാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ സെല്ലോ ടൈപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ദെൻ അത് ക്ലോസ് ചെയ്യുക. ദെൻ ഞാനൊരു പാറ്റേൺ പേപ്പർ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ സെറ്റാക്കാം. ഞാനിപ്പോൾ എൻ്റെ നോട്ട്ബുക്കിന് സെറ്റായിട്ടുള്ളൊരു പാറ്റേൺ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. ഒരു ആർട്ട് ഷേപ്പിലുള്ളൊരു പാറ്റേൺ ജസ്റ്റ് സ്കെച്ച് വെച്ച് കളർ ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ദെൻ എന്ത് ചെയ്യുക, ആ പേപ്പർ നമ്മൾ സ്കെച്ച് കളറിൻ്റെ മേലെ കൂടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ ടോപ്പിന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ഗ്ലൂ വെച്ചിട്ട് രണ്ട് ഭാഗവും ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സാധനം എന്തായി റെഡിയായി, സെറ്റായിട്ടോ. അപ്പം ഞാൻ ഈ ക്യൂട്ട് നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേറെ റീസൺ ഉണ്ട്. അതെന്താണെന്നറിയോ, എൻ്റെ ഒരു ചെങ്ങായിച്ചി എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പ്രിൻസി എന്ന് പറയും. ആളുടെ നൊസ്റ്റൂവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എൻ്റെ മോനാട്ടോ. ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളിപ്പോൾ അതിൽ ABCD ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും വേറെ എന്തൊക്കെയോ ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.